ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നാളുകാർ നിങ്ങളുടെ മക്കളായി പിറന്നാൽ പിതാവിന് സർവ്വ ഐശ്വര്യവും ഫലമായി വന്നു ചേരും. അതായത് ജ്യോതിഷപ്രകാരം പലർക്കും പല ഫലങ്ങളുണ്ടാകും. 27 നക്ഷത്രക്കാർക്കും പൊതുഫലങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ അതേസമയം ജാതകവശാൽ ഈ ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രക്കാരിൽ ചില നാളുകാർ നിങ്ങളുടെ മക്കളായി ജനിക്കുന്നത് നിങ്ങളുടെ പിതാവിന് വളരെയധികം നല്ല കാലമാണ് സമ്മാനിക്കുക. ഇത് പൊതുഫലമാണ്. ജാതകപ്രകാരം ചെറിയ വ്യത്യാസമുണ്ടാകും എന്നതാണ് പ്രധാനം. ഇനി ഏതൊക്കെ നക്ഷത്രക്കാരാണ് പിതാവിന് സർവ്വ ഐശ്വര്യവും ഭാഗ്യവും സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ഇതിൽ ഒന്നാമത്തെ നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരായി നിങ്ങൾക്ക് മക്കൾ ജനിച്ചാൽ ഇത് അച്ഛന് വളരെയധികം നല്ല കാലമാണ് സമ്മാനിക്കുക. ഈ നക്ഷത്ര ജാതകരുടെ ജനനത്തോടെ നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും വളരെയധികം ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ ജോലിയിലായാലും ബിസിനസ്സിൽ ആയാലും അസാധാരണമായ വളർച്ചയ്ക്ക് കാരണമാകുന്നതാണ്. അടിക്കടി സാമ്പത്തിക ലാഭവും ധനനേട്ടവും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും യാത്രകൾ പോകുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വലിയ വർധനവുണ്ടാകും. ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങളും ധൈര്യപൂർവ്വം ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചത് മൂലം വളരെയധികം അനുകൂലമായ സമയമാണ് സമ്മാനിക്കുക. അല്പം ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും വരുമാനത്തിലുള്ള വലിയ വളർച്ച കൊണ്ട് അവയെല്ലാം നിങ്ങൾക്ക് അനായാസം തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വാഹനമോ വീടോ മറ്റ് പ്രോപ്പർട്ടികളോ വാങ്ങുവാൻ അനുയോജ്യമായ കാലയളവ് ഇവരുടെ ജനനം മൂലം നിങ്ങൾക്ക് സമ്മാനിക്കും. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. കൂടാതെ തന്നെ സാമ്പത്തികം നിങ്ങളുടെ മെച്ചപ്പെടുന്നതിലൂടെ പണസമ്പാദനത്തിനും സാധിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ഐശ്വര്യത്തിനുമായി സദാസമയവും ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. ഈശ്വര ചിന്തകൾ മാത്രം മനസ്സിൽ ഉരുവിടുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് മക്കൾ പിറന്നാൽ സമ്പത്ത് ഭാഗ്യവും സർവ്വ ഐശ്വര്യവും അച്ഛന് ഫലമായി പറയാവുന്നതാണ്. തന്മൂലം നിങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും ഭാഗ്യവും ഫലമായി വന്നു ചേരും. വിശാഖം നക്ഷത്രക്കാരായ നിങ്ങളുടെ മക്കളുടെ പിറവിയോടുകൂടി നിങ്ങൾക്ക് വളരെയധികം ധൈര്യവും തൻ്റെടവും സാഹസികതയും വർദ്ധിക്കും. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ആളുകൾക്കെല്ലാം അവയെല്ലാം മാറി വളരെയധികം സൗഖ്യം അനുഭവപ്പെടുന്നതാണ്. സമൂഹത്തിൽ ഇവർക്കുള്ള നിലയും വിലയും വളരെയധികം വർദ്ധിക്കും. ജനപ്രിയരായി മാറുകയും ചെയ്യുന്ന കാലമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. നിങ്ങളുടെ കർമ്മരംഗത്ത് ഉന്നത പദവി അടക്കമുള്ള നേട്ടങ്ങൾ വന്നു ചേരും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുമായും അതുപോലെ തന്നെ നിങ്ങളുടെ ഉന്നത അധികാരികളുമായും സ്നേഹബന്ധം ദൃഢമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവരുമായുള്ള സഹകരണവും എല്ലാ രീതിയിലും വർദ്ധിക്കുകയും ചെയ്യും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്കും തൊഴിൽ രഹിതരായ ആളുകൾക്കും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ്സുകാരായ ആളുകൾക്ക് ചില വലിയ കരാറുകൾ നേടുവാനുള്ള അവസരവും സിദ്ധിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും സർവ്വ ഐശ്വര്യത്തിനുമായി വിശാഖം നക്ഷത്ര ജാതകർ വിഷ്ണു ഭഗവാന്റെ പ്രീതിയാണ് സ്വന്തമാക്കേണ്ടത്. ഇതിനായി ഇടയ്ക്കിടെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഗുണകരമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും വിശാഖം നക്ഷത്ര ജാതകർക്ക് ഗുണം ചെയ്യും. വിഷ്ണു ഭഗവാന് കദളിപ്പഴം, മഞ്ഞപ്പട്ട്, തുളസിമാല എന്നിവ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്.
അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് മക്കൾ പിറന്നാൽ പിതാവിന് വളരെയധികം ഉയർച്ചയും ധനനേട്ടവും സർവ്വ ഐശ്വര്യങ്ങളും സമ്മാനിക്കും. നിങ്ങളുടെ പിതാവിനുണ്ടായിരുന്ന എല്ലാവിധ കഷ്ടകാലത്തിനും അറുതി വരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. ഒട്ടനവധി നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുക. സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകന്നു മാറും. നല്ലൊരു സ്ഥിര വരുമാന ജോലി ലഭിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. പണം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. സാമ്പത്തികമായ സ്രോതസ് വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങളിൽ വന്നു തെളിയുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടകാലങ്ങളും അകന്നു കിട്ടും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. മനസ്സ് സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ നക്ഷത്രക്കാരുടെ ജനനത്തോട് നിങ്ങളുടെ പിതാവിന് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യവും വളരെയധികം വർദ്ധിക്കും. മാനസികമായ വിഷമങ്ങളെല്ലാം അകന്നു കിട്ടും. തീർത്ഥാടന യാത്രകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ മുൻപ് കളിയാക്കിയ ആളുകൾ പോലും നിങ്ങളെ ഇനി പ്രശംസിക്കുവാൻ ഒപ്പമെത്തും. നേട്ടങ്ങൾ പലതും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്ര ജാതകർ നിങ്ങളുടെ മക്കളായി പിറന്നാൽ ജീവിതത്തിൽ അടിക്കടി ഉയർച്ചയാണ് ഫലം. ഇത് നിങ്ങളുടെ പിതാവിന് ഭാഗ്യവും ഉയർച്ചയും അഭിവൃദ്ധിയും സമ്മാനിക്കും. വിദേശ യോഗവും സൗഭാഗ്യവും ഈ നക്ഷത്രക്കാരിൽ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ അനവധി ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്നതാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. മക്കൾക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ്സിലൂടെ പണം സമ്പാദിക്കുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകരുടെ ജനനത്തോടുകൂടി നിങ്ങളുടെ പിതാവിനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇവരിൽ എല്ലാ രീതിയിലും അകലുന്നതോടെ പല ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്രക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യും. തൊഴിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. പുതിയ വാഹനം, പുതിയ വീട് ഇവ വാങ്ങുവാൻ ഈ നക്ഷത്ര ജാതകരുടെ ജനനത്തോടെ നിങ്ങളുടെ പിതാവിന് യോഗം വന്നു ചേരുന്നതാണ്. കേതു, ചൊവ്വ, സൂര്യദശകളിൽ പൂയം നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യണം. അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിലും നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങളിൽ ശനിയെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുക. ശാസ്ത്ര ഭജനം നടത്തുക. ശനിയും പൂയവും കൂടി വരുന്ന ദിവസം ശാസ്ത്ര പൂജ നടത്തുക. എല്ലാ ശനിയാഴ്ചകളിലും അരയാലിന് ചുറ്റും 7 പ്രദക്ഷിണം വയ്ക്കുകയും ഹനുമാനെ നിത്യം സ്മരിക്കുകയും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്താൽ ദോഷഫലങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായി മക്കൾ പിറന്നാൽ പിതാവിന് ഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയുമാണ് വന്നു ചേരുക. അതായത് സർവ്വ ഐശ്വര്യവും ഭാഗ്യവും നിങ്ങൾക്ക് ഫലമായി പറയാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരിനും കഷ്ടപ്പാടിനും അറുതി വരുന്ന കാലമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീട് പണിയുവാനുള്ള യോഗവും തന്മൂലം വന്നു ചേരും. സ്ഥിര വരുമാന മാർഗം സൃഷ്ടിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതായത് സന്തോഷവും സമാധാനവും നിങ്ങളിൽ വന്നു നിറയുന്നതാണ്. ആവോളം സമ്പാദിക്കുവാനും കടബാധകൾ തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുക. ചൊവ്വ, ബുധൻ, വ്യാഴ ദശാപകാലങ്ങൾ നടക്കുമ്പോൾ ഉത്രം നക്ഷത്രക്കാർക്ക് ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഈ ദശാകാലത്ത് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നു ചേരുവാനിടയുണ്ട്. ഈ കാലയളവിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ഉചിതമായിരിക്കും. ചിങ്ങം രാശിക്കാർ സൂര്യപ്രീതിയും കന്നി രാശിക്കാർ ബുധശാന്തിയുമാണ് വരുത്തേണ്ടത്. ദിനവും സൂര്യോദയ സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം അനുഭവപ്പെടും. ഉത്രവും ഞായറും വരുന്ന ദിവസം സൂര്യഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ്.
കാർത്തിക, ഉത്രാടം, ഉത്രം നക്ഷത്ര ദിവസങ്ങളിൽ കൃത്യമായും ശിവക്ഷേത്ര ദർശനം ശീലമാക്കുക. സൂര്യക്ഷേത്രം അടുത്തുള്ളവർ അവിടെ തന്നെ പോകുക. കന്നി രാശിക്കാരായ ആളുകൾ ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് മക്കൾ ജനിച്ചാൽ ഫലം നല്ലതു മാത്രം നൽകുന്നത് ഒന്നാണ്. ഇവർ മക്കളായി ജനിച്ചാൽ ജീവിതത്തിൽ പിതാവിന് ഉയർച്ചയും ഭാഗ്യവും വളരെയധികം വന്നു ചേരും. ഈ നക്ഷത്ര ജാതകരുടെ ജനനത്തോടെ നിങ്ങളുടെ പിതാവിൻ്റെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള യോഗമുണ്ടാകും. ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. ഓരോരോ മാറ്റങ്ങളും പ്രകടമായി തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന കടബാധകൾ വീട്ടുവാൻ നിങ്ങളുടെ പിതാവിന് സാധിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ ഒട്ടനവധി നേട്ടങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തുന്നതിനാൽ പിതാവിന് ഉയർച്ച ഫലമായി പറയാം. ജോലിയിൽ മികവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലിയിലെ മടുപ്പെല്ലാം കുറയുന്നതാണ്. പുതിയ തൊഴിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഉയർന്ന ശമ്പളത്തിൽ തൊഴിൽ ചെയ്യുവാനും സാമ്പത്തികമായ ഉന്നമനത്തിനായി പുതിയ പദ്ധതികൾ നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരങ്ങളുമായി ചേർന്ന് ആവിഷ്കരിക്കുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളുടെ പിതാവിൽ നിന്നും അകന്നു കിട്ടും. കാർഷിക മേഖലയിൽ ശ്രദ്ധിക്കുന്നത് വളരെയധികം ലാഭം നൽകുന്നതാണ്. ബിസിനസ്സിൽ വിജയം കൈവരിക്കുവാൻ നിങ്ങളുടെ പിതാവിന് എല്ലാ രീതിയിലും സാധിച്ചെടുക്കാം. ആഗ്രഹിച്ച ഒട്ടനവധി നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളുടെ ജനനം മൂലം പിതാവിന് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. തന്മൂലം മാനസികമായ എല്ലാവിധ വിഷമങ്ങളും നിങ്ങളുടെ പിതാവിൽ നിന്നും അകന്നു കിട്ടും. പൊതുവായി ചിത്തിര നക്ഷത്രക്കാർക്ക് ബുധ, വ്യാഴ, ശുക്ര ദശകളിൽ ദോഷപരിഹാരം ചെയ്യേണ്ടതാണ്. ഈ ദശകളിൽ ജീവിതം ദുരിതപൂർണമാകുവാൻ ഇടയുണ്ട്. നവഗ്രഹങ്ങളിൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസവും ചൊവ്വാഗ്രഹത്തിന് പ്രത്യേക പൂജകൾ നടത്തുകയും വ്രതമെടുക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും. പ്രത്യേകിച്ചും ചിത്തിരയും ചൊവ്വയും ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും വേണം. ചിത്തിര 1, 2 പാദക്കാർ ബുധനാഴ്ച പ്രീതി വരുത്തണം. ബുധനാഴ്ച ദിവസങ്ങളിൽ ബുധന് പ്രത്യേക പൂജകൾ നടത്തുന്നതും ഗുണകരമാകും. ചിത്തിര 3, 4 പാദക്കാർ ശുക്രപ്രീതി വരുത്തണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രന് പ്രത്യേക പൂജകൾ നടത്തുന്നത് വളരെയധികം ഗുണകരമാകും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക് വെക്കുന്നത് ദോഷങ്ങളെ അകറ്റുവാൻ സഹായിക്കുന്നതാണ്. സുബ്രഹ്മണ്യ ഭജനവും ദുർഗാ ഭജനവും നിങ്ങളെ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്ര ജാതകർ മക്കളായി പിറന്നാൽ പിതാവിന് സർവ്വഭാഗ്യവും ഐശ്വര്യവും സമ്മാനിക്കും. അതായത് നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം അവസാനിച്ച് ഭാഗ്യം സമ്മാനിക്കുന്ന ദിനങ്ങളിലേക്ക് അനിഴം നാളുകാർ മക്കളായി പിറന്നാൽ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് പുറമെ ഒട്ടനവധി മറ്റു നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ വെച്ചടി കയറ്റം ഉണ്ടാകും. ബിസിനസ്സിൽ നിന്നും നല്ലൊരു തുക ലാഭമായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന കാലമാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ എല്ലാ രീതിയിലും മനസമാധാനം വന്നു ചേരും. ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മാനസികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമങ്ങളും നിങ്ങളിൽ നിന്നും കുറയുന്നതാണ്. സന്തോഷം നൽകുന്ന സംഭവങ്ങൾ തേടി കണ്ടെത്തുവാൻ സാധിക്കും. മനസ്സിൽ നിന്നും ദേഷ്യവും വിഷമവുമെല്ലാം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് ഈ ജനനത്തോടെ സാധിക്കുന്നതാണ്. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശകളിൽ ദോഷപരിഹാര ക്രിയകൾ ചെയ്യേണ്ടതാകുന്നു. ശനിയാഴ്ചയും അനിഴം നക്ഷത്രവും വരുന്ന ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം അനുഷ്ഠിക്കുകയും ശനീശ്വര പൂജകൾ നടത്തുകയും വേണം. ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയമ്മയെയോ പ്രീതിപ്പെടുത്താം. ഉത്രട്ടാതി, പൂയം, അനിഴം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി ഭക്തിയോടെ വഴിപാടുകൾ നടത്തുക.
ഹനുമാൻ ചാലിസ വായിക്കുന്നത് ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ദരിദ്രർക്കും പാവപ്പെട്ട ആളുകൾക്കും ഭക്ഷണം നൽകുന്നത് വിജയം, ഭാഗ്യം, സമൃദ്ധി ഇവ സമ്മാനിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ കറുപ്പും നീലയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. പശുക്കൾക്ക് ഭക്ഷണം നൽകുകയും അവയെ കുളിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് ഈശ്വരാനുഗ്രഹത്താൽ കാരണമാകുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരായി മക്കൾ പിറന്നാൽ ഈ നാളുകാരുടെ പിതാവിന് സർവ്വ ഐശ്വര്യവും ഭാഗ്യവും ഫലമായി വന്നു ചേരും. ഇവർ പിതാവിന് ഭാഗ്യം കൊണ്ടാണ് ജാതകരാകുന്നത് എന്ന് തന്നെ പറയാം. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ പിതാവിൻ്റെ ജീവിതത്തിൽ ഇനി ഉയർച്ച തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ്സിലും സമ്പത്തിലുമെല്ലാം പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരും. വിവിധ ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കുന്നതാണ്. വിജയത്തിൻ്റെ കാര്യത്തിൽ ആരെയും നിങ്ങൾക്കിനി ഭയക്കേണ്ടതില്ല. മാത്രമല്ല, സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും എന്നേക്കുമായി നിലനിൽക്കും. നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മികച്ച തന്നെയാണ്. ശത്രുക്കളെയെല്ലാം തന്നെ നിഷ്കരുണം പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജനനത്തോടുകൂടി നിങ്ങളുടെ പിതാവിന് വന്നു ചേർന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, നിക്ഷേപങ്ങളെല്ലാം മികച്ച സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നതാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ ആദിത്യ, വ്യാഴ, ശുക്ര, ചന്ദ്രദശകളിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യാത്ത പക്ഷം വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ചും ആദിത്യ ദശയുടെ അവസാനത്തിലും ചന്ദ്രദശയിലും ചന്ദ്ര അപഹാരം സംഭവിക്കുന്ന സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മധ്യവയസ്സിലായിരിക്കും സാധാരണയായി ഇവർക്ക് ചന്ദ്രദശ വരിക. ഈ ദശയിൽ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ചും മാതാവിന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട്. നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെയും ബുധന്റെയും പ്രീതി നേടുക. തൃക്കേട്ട, ആയില്യം, രേവതി നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഗുണകരമാണ്. മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും, അതായത് രണ്ട് ഭാവങ്ങളിലും ഭക്തിയോടെ വണങ്ങുക. ചൊവ്വയുടെ സ്ഥാനം നോക്കി സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയെയും ഭജിക്കുക. നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു ആൺമാനിൻ്റെ ചിത്രം വയ്ക്കുന്നത് ദാമ്പത്യ സന്തോഷവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.